നമസ്കാരം. ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ ഒരു ദിവസം പറഞ്ഞു നിർത്തിയ വേദകാലഘട്ടത്തിൻ്റെ ബാക്കി ഭാഗവുമായിട്ടാണ് ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ചില പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ള കുറച്ച് കണ്ടന്റുകൾ. ആ കണ്ടന്റുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പൂർണ്ണമായിട്ടുമുള്ള എല്ലാ കണ്ടന്റുകളുമില്ല, കുറച്ച് കണ്ടന്റുകൾ വളരെ കുറഞ്ഞ സമയത്തിൽ നമ്മൾ പഠിച്ചു പോകുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. വേദിക് സൊസൈറ്റി പാർട്ട് 2. അതിൽ പ്രധാനമായിട്ടും ഉപനിഷത്തുകളാണ്. ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്യമായിട്ടുള്ള അല്ലെങ്കിൽ വേർഡിലെ മീനിങ് എന്ന് പറഞ്ഞാൽ അടുത്ത സമീപത്തായിട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ ഭാരതത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് ലോകത്തിൽ മുഴുവൻ ഒരു വലിയ ഒരു സ്പിരിച്വൽ വിസ്റ്റം നൽകിയിരിക്കുന്ന ഒരു വലിയ ദർശനമാണ് ഉപനിഷത്ത്. നമ്മൾ ആ ഉപനിഷത്തിൻ്റെ ആ താത്വികമായ തലത്തിലേക്ക് ഒന്നും പോകുന്നില്ല. ജസ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഫാക്റ്റുകൾ മാത്രമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ദശോപനിഷത്ത് എന്നാണ്. ദശോപനിഷത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഓർത്തിരിക്കുക 10 ഉപനിഷത്തുകളാണ്. ഇത് എന്താണ് ഏതാണ് എന്നുള്ളത് അതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്നൊന്നും അറിയണ്ട, ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞാൽ മതി. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഈ ദശോപനിഷത്തിൽ പെടാത്ത ഏതാണ് എന്നൊരിക്കൽ ചോദ്യം വന്നു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ദശോപനിഷത്ത് ഏതൊക്കെയാണ് എന്ന് നമ്മളിതിൽ നോക്കുക. അതിൽ തന്നെ കാണാം ഏതൊക്കെയാണ്: ഈശോപനിഷത്ത്, കേനോപനിഷത്ത്, കഥോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, മുണ്ടോകോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത് ആൻഡ് തൈത്തിരീയ, ഏതരേയ, ചാന്ദ്യോഗ്യ ആൻഡ് ബൃഹദാരണ്യക. ഇത്രയും അടങ്ങുന്നതാണ് 10 ദശോപനിഷത്തുകൾ എന്ന് പറയുന്നത്. അതായത് 108 ഉപനിഷത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപനിഷത്തുകളാണ്. ഒപ്പം തന്നെ ഏതാണ്ട് 108 ഉപനിഷത്തുകളുടെ കണ്ടന്റുകൾ നമുക്കിതിൽ നിന്ന് കിട്ടുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അന്നത്തെ ഓപ്ഷനകത്ത് അതിലില്ലാത്തതായിട്ട് കൊടുത്തിരുന്നത് കഠോപനിഷത്തായിരുന്നു. അതായത് കഠോപനിഷത്ത് ഇതിന്റെ ഭാഗമല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉപനിഷത്താണ് കഠോപനിഷത്ത്. ഡെത്തിന്റെ മിസ്റ്ററി പറയുന്ന ഒരു ഉപനിഷത്താണ്. നാച്ചികേതസും യമനും തമ്മിലുള്ള സംവാദമുള്ളതും ഈ ഒരു കഠോപനിഷത്തിലാണ്. അന്നത്തെ ഓപ്ഷനിൽ ഈ ഒരു 4 എണ്ണത്തിനകത്ത് കഠോപനിഷത്ത് ഉണ്ടായിരുന്നു, അതായിരുന്നു അതിലില്ലാത്തത്. അപ്പോൾ ഓർത്തിരിക്കുക ഏതൊക്കെയാണ്: ഇഷ, കേന, കഥ, പ്രശ്നം, മുണ്ടൂകം, മണ്ഡൂക്യ, തൈത്തിരീയ, ഏതരേയ, ചാന്തോഗ്യാൻ, ബൃഹദാരണ്യക എന്നീ അടങ്ങുന്ന 10 എണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദശോപനിഷത്തുകൾ എന്ന് വിളിക്കുന്നത്. ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. ഓക്കെ, അതാണ് ഉപനിഷത്തിൽ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടേണ്ടുന്ന പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഈ ഉപനിഷത്തുകൾ വളരെയധികം പ്രധാനപ്പെട്ട കുറച്ച് കോട്ടുകൾ വന്നിട്ടുണ്ട്. വേൾഡ് വൈഡ് ആയിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന അറിയപ്പെടുന്ന കുറച്ച് കോട്ടുകളുണ്ട്. ഇപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോലും സത്യമേവ ചെയ്ത ഒരു കോട്ടാണ്. അപ്പം ഇത്തരത്തിലുള്ള കോട്ടുകൾ പ്രധാനപ്പെട്ടതായിട്ട് കുറച്ചുണ്ട്. എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റില്ല, ധാരാളമുണ്ട്. ശരണന്ത വിശ്വി അമൃതസ്യ പുത്ര എന്നൊക്കെ പറയുന്ന കോട്ടുകളുണ്ട്, അതൊന്നും നമ്മൾ നോക്കുന്നേ ഇല്ല. നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് കോട്ടുകൾ മാത്രം നോക്കുകയാണ്. അതിൽ ആദ്യത്തേതാണ് പ്രജ്ഞാനം ബ്രഹ്മ. പ്രജ്ഞാനം ബ്രഹ്മ ഇത് ഏതരേയ ഉപനിഷത്തിലാണ്, ഒപ്പം തന്നെ ഋഗ്വേദയിലും നമുക്കിത് കാണാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രജ്ഞാനം ബ്രഹ്മ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബ്രഹ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്നത് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മമയമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് പ്രധാനമായിട്ടും ഏതിൻ്റെയാണ്? ഏതരേയ ഉപനിഷത്തിലെയാണ്. അത് ബിലോങ് ടു ഋഗ്വേദയാണ്. ഇനിയും ഇത് ഋഗ്വേദയെന്നാണോ എന്ന് ചോദിച്ചാൽ ഋഗ്വേദയാണെന്നും പറയാം. ഇനി ഉപനിഷത്താണ് എടുത്ത് ചോദിക്കുന്നെങ്കിൽ ദാറ്റ് ഈസ് ഏതരേയ ഉപനിഷത്ത്. നെക്സ്റ്റ് ഈസ് അയം ആത്മം ബ്രഹ്മ. അയം ആത്മം ബ്രഹ്മ, ഞാൻ സ്വയം ബ്രഹ്മമാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെയാണിത്. ഇത് മാണ്ഡൂക്യ ഉപനിഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ഇത് അഥർവവേദത്തിലും നമുക്ക് കാണാൻ പറ്റുന്നു, അല്ലെങ്കിൽ അഥർവവേദത്തിന്റെ സബ് ക്ലോസ് ആയിട്ടും നമുക്ക് കാണാൻ പറ്റും. അയം ആത്മം ബ്രഹ്മ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ക്ലോസ് ആണ്. ആദ്യത്തേതാണ് പ്രജ്ഞാനം ബ്രഹ്മയാണ്. പ്രജ്ഞാനം ബ്രഹ്മ ഏതിലെയാണ്? ഐതരേയ ഉപനിഷത്തിലെയാണ്. അത് ഋഗ്വേദത്തിന്റെ ബിലോങ്സിൽ വരുന്നതാണ്. ഇനി അടുത്തത് അയം ആത്മം ബ്രഹ്മ. ഇത് വന്നിട്ട് മാണ്ഡൂക്യ ഉപനിഷത്തിലെയാണ്. മാണ്ഡൂക്യ ഉപനിഷത്തിന്റെ ഭാഗമായിട്ടുള്ള ക്ലോസ് ആണ്. അടുത്തതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള, മലയാളികൾക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള, ശബരിമലയിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കോട്ട് തത്വമസി. അത് നീയാകുന്നു. അത് ചാന്തോഗ്യ ഉപനിഷത്തിലെയാണ്. ചാന്തോഗ്യ ഉപനിഷത്താണ്. വേദം വന്നിട്ട് സാമവേദമാണ്. ഇത് രണ്ടും ഓർത്ത് വെച്ചേക്കുക. നമ്മൾ ഉപനിഷത്ത് മസ്റ്റായിട്ട് ഓർത്തിരിക്കുക. അത് ഏത് വേദത്തിന്റെ സബ് ക്ലോസ് ആയിട്ട് വരുന്നതാണ് കൂടി ഓർത്ത് വെക്കുക. നമ്മൾ അത് എക്സ്ട്രാ ആഡഡ് ആയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ഇത് സാമവേദം ഓർത്തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ചാന്തോക്യം ഓർത്തിരുന്നാൽ മതി. ഇനി ശബരിമല അയ്യപ്പൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, സാമവേദം നാവിനുണർത്തിയ സ്വാമി എന്നൊരു ക്ലോസ് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് തത്വമസി ഓർത്തിരിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. തത്വമസി
ബിലോങ് ടു ചാന്തോഗ്യ ഉപനിഷത്ത്. ഇനിയും സാമവേദത്തിന്റെ ഒരു സബ് ക്ലോസ് ആണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ആണ് അഹം ബ്രഹ്മാസ്മി. അഹം, ഞാൻ ബ്രഹ്മമാകുന്നു, ഞാനാണ് ബ്രഹ്മം എന്നുള്ളത്. ഐ ആം ദ ബ്രഹ്മ അല്ലെങ്കിൽ ഐ ആം ദ ഗോഡ് എന്നൊക്കെ പറയുന്ന പോലാണ്. ഇത് ബൃഹദാരണ്യക ഉപനിഷത്തിലെയാണ്. ബൃഹദാരണ്യക ഉപനിഷത്താണ്, ബിലോങ് ടു യജുർവേദ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോമൺ ആയിട്ട് കാണുന്നതാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇന്ത്യൻ കൾച്ചറൽ ആസ്പെക്റ്റിൽ നിന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ വരാൻ സാധ്യതയുള്ളതാണ്. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. പ്രജ്ഞാനം ബ്രഹ്മ, ഏതരയ ഉപനിഷത്ത്. ദെൻ അയം ആത് ബ്രഹ്മ, അത് മൗണ്ഡൂക്യ ഉപനിഷത്ത്. തത്വമസി ഏതാണ്? ചാന്തോക്യ ഉപനിഷത്ത്. ദെൻ അഹം ബ്രഹ്മാസ്മി ബൃഹദാരണ്യക ഉപനിഷത്താണ്. ഓർത്തിരിക്കേണ്ട പോയിന്റാണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് നിങ്ങൾ വെച്ചോളുക. ഇനിയും മറ്റു പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ആണ് സത്യമേവ ജയതേ. കേട്ടിട്ടുണ്ടാവും അല്ലേ? അത് മണ്ഡൂക ഉപനിഷത്താണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയൊക്കെ ക്യാപ്ഷനിൽ കാണുന്ന കേരള പോലീസിന്റെയും എല്ലാ പോലീസിന്റെയും ക്യാപ്ഷനിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാപ്ഷനാണ്. ഇന്ത്യയുടെ ഒരു മോട്ടോ ആണ്. എന്താണ്? സത്യമേവ ജയതേ. ദാറ്റ് ഈസ് ബിലോങ് ടു മണ്ഡൂക ഉപനിഷത്ത്. ഇനി അടുത്തത് ശംനോ മിത്ര വരുണഹ. ഇത് ഒരു തൈത്തരീയ ഉപനിഷത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു ക്യാപ്ഷനാണ്, ഓർത്തിരിക്കേണ്ടതാണ്. ഇത് ഒരു വിങ്ങിന്റെ, ഇന്ത്യയിലെ ഒരു വിങ്ങിന്റെ ക്യാപ്ഷനായിട്ട് മാറിയിട്ടുണ്ട്. അത് നമ്മൾ ക്യാപ്ഷൻസ് പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. ഇതിൽ ശംനോ മിത്ര ശം വരുണഹ എന്നതിൽ നിന്ന് ശംനോ മിത്രം മാത്രം എടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ശംനോ മിത്ര ശം വരുണഹ എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് ശംനോ വരുണഹ അത് തൈത്തരീയ ഉപനിഷത്തിൻ്റെതാണ്. ദെൻ ബഹുജന ഹിതായ ബഹുജന സുഖായ, ഇത് ആകാശവാണിയുടേതാണ്. ഇത് ഋഗ്വേദത്തിന്റെ ക്ലോസിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അടുത്തത് വിദ്യാമൃതസ്തെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ്. ഇത് NCERT-യുടെ കോട്ടാണ്. നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും കോട്ട് പഠിക്കാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗമാണ്. ഈ ഉപനിഷത്തുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു 5 കോട്ടുകൾ നമ്മളിവിടെ കണ്ടിരുന്നു. ഇത് നിങ്ങൾ കാണാൻ പഠിക്കുക. ഇത് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ഇനി അടുത്തത് ഈ ഒരു ഭാഗം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉപനിഷത്തുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വേദിക് ടെസ്റ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മഹാഭാരതം, രാമായണം മുതലായവയിൽ നിന്ന് അഡോപ്റ്റ് ചെയ്ത കുറച്ച് കോട്ടുകളാണ്. പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള കോട്ടുകളാണ്. ആ കോട്ടുകൾ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഏത് ഉപനിഷത്തിൽ നിന്നാണ്, ഏത് സിസ്റ്റത്തിൻ്റെതാണ് ഈ കോട്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് തന്നെ സത്യമേവ ജയതേ. സത്യമേവ ജയതേ ഇത് ഏതിൻ്റെതാണ്? ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ കോട്ടാണ്. ഇത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് മുണ്ടോക ഉപനിഷത്തിൽ നിന്നാണ്. ഓർത്തിരിക്കുക, ഫസ്റ്റ് ആണ് ഏതാണ്? സത്യമേവ ജയതേ. അത് ഏതിന്റെ ക്യാപ്ഷനാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടേതാണ്. മുണ്ടോക ഉപനിഷത്തിൽ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, രണ്ടാമത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ശംനോ വരുണഹ. ശംനോ വരുണഹ ഏത് വിങ്ങിന്റെയാണ്? ഇന്ത്യൻ നേവിയുടെ ക്യാപ്ഷനാണ്. ഇന്ത്യൻ നേവിയുടെ ക്യാപ്ഷനാണ്. വരുണൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സമുദ്രത്തിന്റെ ദേവനാണ്. അതുകൊണ്ട് തന്നെ ശംനോ വരുണഹ. ഇത് തൈത്തീരിയോ ഉപനിഷത്തിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന സ്ലോഗനാണ്. ഇറ്റ് ഈസ് ബിലോങ് ടു തൈത്തീരിയോ ഉപനിഷത്ത്. നെക്സ്റ്റ് ഈസ് ബഹുജന ഹിതായ ബഹുജന സുഖായ. ഇത് ആകാശവാണിയുടേതാണ്. ഇത് ഋഗ്വേദത്തിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് ആകാശവാണി എന്ന് പറയുന്നത് നമ്മുടെ റേഡിയോ വിങ്ങിന്റെ ക്യാപ്ഷനാണ്. ഇത് ഋഗ്വേദത്തിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അടുത്തത് വിദ്യാമൃതസ്തേ. വിദ്യ അമരത്വത്തിലേക്ക് നയിക്കുമെന്നാണ് അർത്ഥം. അത് NCERT-യുടേതാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ ടെക്സ്റ്റുകളൊക്കെ ഇറക്കുന്ന NCERT-യുടേതാണ്. അവരുടെ പഠനം നിയന്ത്രിക്കുന്ന NCERT-യുടേതാണ്. ഇത് ഇഷ ഉപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്തിന്റെ ഭാഗത്തിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. വിദ്യ അമൃതത്വത്തിലേക്ക് അല്ലെങ്കിൽ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് ഒരാളെ നയിക്കുമെന്നാണ് പറയുന്നത്. അതാണ് ഇഷോ ഉപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തിൽ പറയുന്നത്. അടുത്തതാണ് ധർമ്മോ രക്ഷതി ധർമ്മോ. വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാപ്ഷനാണ്. ഇന്ത്യയിലെ ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ക്യാപ്ഷനാണ്. റിസർച്ച് അനാലിസിസ് വിങ് എന്ന് പറയുന്ന റോയുടെ ക്യാപ്ഷനാണ് ധർമ്മോ രക്ഷതി ധർമ്മ. ഇത് മഹാഭാരതയിലും മനുസ്മൃതിയിലും നമുക്ക് കാണാൻ പറ്റും. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനെ കാണത്തുള്ളൂ. ആ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ
ചൂസ് ചെയ്യുക, അതായിരിക്കും ഉത്തരം. ധർമ്മം നിങ്ങളെ രക്ഷിച്ചോളും. ധർമ്മോ രക്ഷതി ധർമ്മോ. ഇത് മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ പറ്റും. കൗരവ പാണ്ഡവ യുദ്ധത്തിൽ എപ്പോഴും ഗാന്ധാരി പറയുന്ന ഒരു സ്ലോഗനായിട്ട് എപ്പോഴും കാണുന്നതാണ് ധർമ്മോ രക്ഷതി ധർമ്മ. അതായത് ദുര്യോധനന്റെ അമ്മ മകനോട് പറയുന്നതാണ് ധർമ്മം ധർമ്മത്തെ രക്ഷിച്ചോളും എന്ന് പറയുന്നൊരു ക്യാപ്ഷൻ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് റോയുടേതാണ്. ഗവൺമെന്റ് രാജ്യത്തെ റോ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപ്ഷനാണ്. അടുത്തത് യഥോധർമ്മ തഥാചയ. യഥോധർമ്മ തഥോചയ. എനിക്ക് മുമ്പേ തെറ്റിയതാണ്. ഗാന്ധാരി പറയുന്ന ക്യാപ്ഷൻ ഇതാണ്, യഥോധർമ്മ തഥോചയ. ഇത് സുപ്രീം കോർട്ടിന്റെയാണ്. ഇത് ഭഗവത്ഗീത കാണാൻ പറ്റും, മഹാഭാരതത്തിലും കാണാൻ പറ്റും. വേറെ എന്തുകൊണ്ടുമല്ല, ഓപ്ഷനിൽ ഏതാണോ ഉള്ളത് നിങ്ങൾ കുത്തിക്കൊള്ളുക. അതിനുവേണ്ടിയാണ് 2 ഓപ്ഷൻ ഇട്ടിരിക്കുന്നത്. ഭഗവത്ഗീത മഹാഭാരതത്തിന്റെ ഭാഗമാണ്. 18ാം അധ്യായത്തിലെങ്ങാനാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ അധ്യായത്തിൽ വരുന്നതാണ്. ഒരേ സാധനം തന്നെയാണ്. ഓപ്ഷനിൽ ഭഗവത്ഗീതയാണെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത കുത്തുക, മഹാഭാരതമാണെങ്കിൽ മഹാഭാരതം കുത്തുക. ഇത് അതിനുവേണ്ടി കിട്ടുമെന്നേ ഉള്ളൂ. നമുക്ക് ഉത്തരം കിട്ടുക എന്നുള്ളത് മാത്രമേ ഇവിടുത്തെ ലക്ഷ്യമുള്ളൂ. ഇവിടെ പുരാണം പഠിക്കാനൊന്നുമല്ല നമ്മൾ നിൽക്കുന്നത്. അടുത്തത് യോഗക്ഷേമം വഹാത്മ്യഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ബിലോങ് ടു LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. യോഗക്ഷേമം വഹാത്മ്യകം. ഇത് LICയുടെ ആണ്. ഏത് ഇതിൽ നിന്ന് എടുത്തതാണെന്ന് അറിയില്ല, ഞാനത് നോട്ട് ചെയ്തില്ല. യോഗക്ഷേമം വഹാത്മ്യകം എന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ബസ് നമ്മൾ നോക്കിയിട്ട് പോയേ പറ്റൂ. കാരണം ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഈ ഒരു ക്യാപ്ഷൻ ചോദിച്ചിട്ട് ഏത് ധനകാര്യ സ്ഥാപനത്തിൻ്റെയാണ് ഈ ക്യാപ്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് നവസ്പർശം ദീപ്തം എന്ന് പറയുന്നത് എയർഫോഴ്സിൻ്റെതാണ്. മഹാഭാരതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്യാപ്ഷനാണ്. മഹാഭാരതം അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്യാപ്ഷനാണ്. നവസ്പർശം ദീപ്തം എന്നുള്ളത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ക്യാപ്ഷനാണ്. അടുത്തത് കോസ്റ്റ് ഗാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതിൽ വ്യാം രക്ഷ, അതായത് പ്രൊട്ടക്ടർ എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ്. വ്യാം രക്ഷ. ഇത് കോസ്റ്റ് ഗാർഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ത്യയുടെ തീരദേശങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വിങ് ആണ് കോസ്റ്റ് ഗാർഡ്. ഈ ഒരു കോസ്റ്റ് ഗാർഡിന് ഈ ക്യാപ്ഷൻ കിട്ടിയിരിക്കുന്നത് രാമായണത്തിൽ നിന്നാണ്. അടുത്തത് അദ്യത് ജയത് വരാഹി എന്ന് പറയുന്ന ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ, അതായത് ഇന്ത്യയിലെ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാണ്. അത് മനുസ്മൃതിയിൽ നിന്നുള്ളതാണ്. അടുത്തത് ജനനി ജന്മഭൂമിസ്ഥ സ്വർഗീയ ഗരിയസി എന്ന് പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടുണ്ട്. രാമായണത്തിലെയാണ്. ഇത് നേപ്പാൾ ഗവൺമെന്റിന്റെ, ഇന്ത്യക്ക് പുറത്ത് നേപ്പാൾ ഗവൺമെന്റിന്റെ ഒരു ക്യാപ്ഷനാണ്. ജനനി ജന്മഭൂമിസ്ഥ സ്വർഗീയ ഗരിയസി എന്നുള്ളത് അവരുടെ ക്യാപ്ഷനാണ്. ഇതും അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് രാമായണത്തിൽ നിന്നാണ്. നിങ്ങൾ ഈ പറഞ്ഞ ഈ പേജുകൾ കാണുന്ന കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടുന്നതാണ്. കാരണം റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ്, പണ്ട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനിയും അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പുരുഷ സൂക്തമാണ്. ചോദിച്ചിട്ടുള്ള കണ്ടന്റുകൾ മാത്രമേ ഉള്ളൂ. ഉപനിഷത്തിൽ നിന്ന് ഇത്രയും കണ്ടന്റുകളാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതാണ് നമ്മൾ നോട്ട് ചെയ്ത് പോയത്. ഇനി അടുത്തത് പുരുഷ സൂക്തമാണ്. പുരുഷ സൂക്തം ചോദിച്ചിട്ടുണ്ട്. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഒപ്പം തന്നെ ജാതി വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിലുമാണ് പൊതുവെ പുരുഷ സൂക്തം കണ്ടിട്ടുള്ളത്. ഈ പുരുഷ സൂക്തം എന്ന് പറയുന്നത് നമ്മുടെ ഋഗ്വേദത്തിന്റെ 10ാം മണ്ഡലിയിൽ വരുന്ന ഒരു സംഗതിയാണ് ഈ പുരുഷ സൂക്തം. ഇതിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ദൈവം എങ്ങനെ ജനിക്കുന്നു അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജനിക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നതാണ് വർണ്ണ സിസ്റ്റവും മാരേജ് സിസ്റ്റവും. ഇതുവഴിയാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരുടെ ഒരു സൃഷ്ടി പറയുന്നത്. ഒരു കാസ്റ്റ് ഹയറാർക്കി കൃത്യമായിട്ട് കൊടുക്കുവാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ വരാൻ സാധിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആരാണ്? ഈ ഒരു പുരുഷ സൂക്തമാണ് തുടങ്ങി വെക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10th മണ്ഡലവും ഋഗ്വേദയാണ് ഇതിന് പ്രധാനമായിട്ടും ബേസ് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ 10 ക്ലാസിഫൈ ചെയ്യുന്നു. അങ്ങനെ ഇദ്ദേഹം ഇവിടെ വിവാഹങ്ങൾ, അതായത് ഏതൊക്കെ രീതിയിലാണ് വേദിക് മാരേജുകൾ നടക്കേണ്ടതെന്നും എങ്ങനെയാണ് ഇവിടുത്തെ കസ്റ്റംസ് നടക്കേണ്ടതെന്നും ഒക്കെ 10th മണ്ഡലി പറയുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് മാരേജ് സിസ്റ്റമാണ്. 2 തരം മാരേജ് സിസ്റ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബേസിക്കലി ആദ്യത്തെ കാറ്റഗറി, അതായത് നോർമൽ മാരേജിൽ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അത് കൂടാതെ ഒരു 8 തരം മാരേജ് കൂടി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ കാറ്റഗറിയാണ് അനുലോമ മാരേജ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് പ്രതിലോമ മാരേജ്. സോറി, ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടല്ലോ. പ്രതിലോമ മാരേജ് ആണ്.
ഈ അണിലോമ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, വിവാഹം കഴിക്കുന്ന പെൺകുട്ടി ആൺകുട്ടി പുരുഷൻ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളാവുകയും സ്ത്രീ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാവുകയും ചെയ്യുന്ന വിവാഹത്തെ വിളിക്കുന്ന പേരാണ് അണിലോമ മാരേജ്. ഇത് വേദിക് സൊസൈറ്റിയിൽ വളരെ കോമൺ ആയിട്ട് നടന്നിരുന്നൊരു വിവാഹമാണ്. അതായത് ബ്രാഹ്മണൻ ക്ഷത്രിയ സ്ത്രീയെ വിവാഹം കഴിക്കുന്നതും ശൂദ്ര സ്ത്രീയെ കഴിക്കുന്നതും ഒക്കെ ഒരു കോമൺ ഫിനോമിന ആയിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് ഭിന്നമായിട്ട് തിരിച്ചുള്ള വിവാഹമുണ്ട്. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട പുരുഷൻ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രതിലോമ മാരേജ്. ഓർത്തിരിക്കുക, പ്രതിലോമ മാരേജ്. അണിലോമ എന്ന് പറഞ്ഞാൽ ഹയർ ബോയ് ആരെ കഴിക്കുന്നു, ഹയർ ബോയ് ആരെ വിവാഹം കഴിക്കുന്നു, ലോവർ വുമണിനെ കല്യാണം കഴിക്കുന്നു. ഇനിയും പ്രതിലോമയോ, പ്രതിലോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ബോയ് ഹയർ വുമണിനെ വിവാഹം കഴിക്കുന്നു. ഈ ഒരു ടൈപ്പ് ഓഫ് മാരേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അണിലോമ ആൻഡ് പ്രതിലോമ എന്നുള്ള സിസ്റ്റത്തിൽ വിളിക്കുന്നത്. ജസ്റ്റ് ഈ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ജസ്റ്റ് ഇതിൽ നിന്ന് ഫാക്ട് കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയും 8 ടൈപ്സ് ഓഫ് മാരേജ് ആണ്. അതിൽ ബ്രഹ്മ മാരേജ്, ദൈവ മാരേജ്, ആർഷ മാരേജ്, പ്രജാപത്യ മാരേജ് ആൻഡ് ഗാന്ധർവ മാരേജ്, അസുര മാരേജ് ആൻഡ് പൈശാച മാരേജ് എന്നിങ്ങനെ പറയുന്ന 8 തരം വിവാഹങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ബ്രഹ്മ മാരേജ്, ദൈവ മാരേജ് ആൻഡ് അർഷ മാരേജ് ഇവയൊക്കെ ഒരുതരം പ്രത്യേകതരം മാരേജ് ആയിരുന്നുവെങ്കിൽ ഇതിൽ പ്രജാപത്യ എന്ന് പറയുന്നത് പറഞ്ഞാൽ സ്വയംവരം എന്ന് പറയുന്ന ഒരു തരം മാരേജാണ്. ഇനിയും ഗാന്ധർവം എന്ന് പറയുന്ന മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിവാഹം ലീഗലായിട്ട് മാരേജ് കഴിക്കാതെ ഉള്ള ഒരു ഇന്നത്തെ ലിവിങ് ടുഗദറിന് സമാനമായിട്ടുള്ള ഒരു മാരേജ് ടൈപ്പാണ്. ഇങ്ങനെയുള്ള 8 തരം മാരേജുകൾ. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. എന്തൊക്കെ ആയിരുന്നു ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ജസ്റ്റ് ഇത്രയും മാരേജ് സിസ്റ്റം ആയിരുന്നു എന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതായത് ഈ കാണുന്നതൊക്കെ മാരേജ് സിസ്റ്റം ആയിരുന്നു, ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന മാരേജ് സിസ്റ്റം ആയിരുന്നു എന്ന് ഓർത്ത് വെക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, 1, 2, 3 എണ്ണകത്തുന്നുണ്ട് ഈ കാണുന്നത് എന്തായിരുന്നു എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് ഇതെന്താണ് എന്ന് ചോദിക്കും മാരേജ് സിസ്റ്റം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ടേമുകൾ തരും. അപ്പം നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു ഡീറ്റെയിൽ നോക്കുക. അത്ര ഡീപ്പായിട്ട് പോകണ്ട. ഓരോ മാരേജിന്റെ സിസ്റ്റമൈസേഷൻ എങ്ങനെയാണ് എന്നൊന്നും നോക്കാൻ നിൽക്കേണ്ട. അതിൽ ഏറ്റവും മോശം എന്ന് പറഞ്ഞാൽ പൈശാച മാരേജ് ആണ്. പൈശാച മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്ത് സ്വന്തമാകുന്നതിനെ വിളിക്കുന്ന മറ്റൊരു പേര് മാത്രമാണ് ഈ പൈശാച മാരേജ് എന്ന് പറയുന്നത്. ഇനിയും അടുത്തതായിട്ട് ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് റിവേഴ്സ്. ഈ നദികൾക്ക് വേറെ കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുണ്ടായിരുന്നു. ആ പേരുകൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് ആദ്യത്തേത് ഇൻഡസ് എന്ന് പറയുന്ന നദിയാണ്. അത് സിന്ധു എന്നറിയപ്പെടുന്നു. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വേദിക് കാലഘട്ടത്തിലെ ഹോളി റിവർ ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഗംഗ എന്ന ഉത്തരം എഴുതാൻ പാടില്ല. ആൻസർ ഈ സരസ്വതിയാണ്. സരസ്വതി പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഏതാണ് ദ ഹോളി റിവർ ഇൻ വേദിക് ടെക്സ്റ്റ് അല്ലെങ്കിൽ വേദിക് ഇതിൽ ഏതാണ് റിവർ, ഹോളി റിവർ സരസ്വതിയാണ്. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന റിവർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇൻഡസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വെച്ചേക്കേണ്ട ഒരു പോയിന്റ് ആണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനിയും ഇൻഡസിന്റെ പ്രത്യേകത എന്താണ്? ഇൻഡസ് വേറെ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന പേരാണ് സിന്ധു. ഇപ്പോഴും അത് സിന്ധു എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഇനിയും അടുത്ത നദിയാണ് ജലം അറിയപ്പെട്ടിരുന്നത് വിതസ്ത എന്നാണ്. ഓർത്തിരിക്കണം, വിതസ്ത. വേദകാലഘട്ടത്തിൽ വിതസ്ത എന്നറിയപ്പെട്ടിരുന്ന റിവർ ഏതാണ് എന്ന് ചോദിച്ചാൽ ദ റിവർ ഈസ് ജലം. ഇനിയും ചനാബ് എന്ന് പറയുന്ന അടുത്ത നദിയുണ്ട്. ഈ ചനാബ് അറിയപ്പെട്ടിരുന്നതാണ് അസ്കിനി. നദിയുടെ പേരാണ് അസ്കിനി. അപ്പോൾ ഓർത്തിരിക്കുക, വിതസ്ത എന്നറിയപ്പെട്ടിരുന്ന നദിയുടെ പേരെന്താണ്? ദാറ്റ് ഈസ് ജലം. അസ്കിനി എന്നറിയപ്പെട്ടിരുന്ന നദിയുടെ പേരെന്താണ്? ദാറ്റ് ഈസ് ചിനാബ്. ദെൻ പുരുഷാണി അല്ലെങ്കിൽ പുരുഷാനി എന്നറിയപ്പെടുന്ന നദിയുടെ പേരെന്താണ്? അത് രവിയാണ്. എന്താണ്? റിവർ രവിയാണ്. അടുത്തതാണ് വിപാസ് അല്ലെങ്കിൽ വിപാസ. വിപാസ് എന്നറിയപ്പെട്ടിരുന്നത് ഇന്നത്തെ ബിയാസ് ആണ്. ഇനിയും സത്ലജ് എന്ന് പറയുന്ന നദി അറിയപ്പെട്ടിരുന്നതാണ് സ്തതദ്രുതി അല്ലെങ്കിൽ ശതദ്രുതി. ഇതിനെ സത്ലജ് എന്ന് വിളിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സത്ലജ് എന്ന് വിളിക്കുന്നു. ഇനിയും ഗൂമാൽ അല്ലെങ്കിൽ ഗുമാൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അത് ഗോമതിയാണ്. റിവർ ഗോമതിയാണ്. അടുത്തത് ക്രുമു എന്നറിയപ്പെടുന്ന നദി ഇന്നത്തെ ഖുറം നദിയാണ്. ഇനിയും ദൃഷ്ടീവതി അല്ലെങ്കിൽ ദൃഷ്ടാവതി എന്നറിയപ്പെട്ടിരുന്നത് ഇന്നത്തെ
ഘാഗറാണ്. ഘാഗർ രാജസ്ഥാനിലൂടെയൊക്കെ ഒഴുകുന്ന നദിയാണ്, ഘാഗറാണ്. ഇനിയും സുവസ്തു എന്നറിയപ്പെട്ടിരുന്നത് സ്വാത്താണ്, റിവർ സ്വാത്താണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ, വേദകാലഘട്ടത്തിലെ ദേവന്മാർ, സൊസൈറ്റി, ഇവയൊക്കെ നമ്മൾ മറ്റൊരു ദിവസം ഇതേപോലെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ കഴിവതും ചെറുതായിട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഏണസ്റ്റ് അക്കാഡമിയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ അടൂരിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ക്ലാസ്സുകൾ തുടങ്ങി. അതിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്, നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ നൽകിയ ക്ലാസ്സുകൾ വീണ്ടും നൽകുന്നതായിരിക്കും. ഈ നൽകുന്ന ഓൺലൈൻ ക്ലാസ്സുകളുടെ എല്ലാം ഡീറ്റെയിൽഡ് ക്ലാസ്സുകളായിരിക്കും നൽകുന്നത്. ഇതൊരു ക്രിസ്പ് അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ പോലെയാണ് തരുന്നതെങ്കിൽ നമ്മുടെ ക്ലാസ് വളരെ റെഗുലറായിട്ട് കൃത്യമായിട്ടായിരിക്കും തരുന്നത്. എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസങ്ങളിലും ക്ലാസ്സും ടെസ്റ്റ് സീരീസും ഉൾപ്പെടുന്ന രീതിയിലാണ് അവിടെ പാറ്റേൺ പോകുന്നത്. 6 മാസം കൊണ്ട് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി നിങ്ങൾക്ക് നേടുക എന്ന രീതിയിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുമായിട്ട് നിങ്ങൾക്ക് വരുവാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്ന് ചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. അപ്പം താങ്ക് യു.